കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മേയറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. വ്യാപാരി വ്യവസായി സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ബസ് സ്റ്റാൻഡ് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഒക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് തരമണം തത്സമയം വരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് യോഗം, എങ്ങനെയാണ് യോഗം, എന്തിനാണ് യോഗം? ഗുഡ് മോർണിംഗ് എസ് കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നാടിനെ നടുക്കിയ തീപിടുത്തം, ആ തീപിടുത്തത്തെ തുടർന്ന് ഒരു മേഖലയിലെ വ്യാപാരികളാകെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ വ്യാപാരികൾ തന്നെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവർ വാടക കൊടുക്കേണ്ടി വരികയും എന്നാൽ വ്യാപാരം നടത്താൻ പറ്റാത്ത സാഹചര്യം. പ്രത്യേകിച്ചും ഈ തീ പിടിച്ചത് രണ്ടാം നിലയിലും, അതായത് ഒന്നാം നിലയിലും രണ്ടാം നിലയിലാണ്. പക്ഷേ അതിന് താഴെയുള്ള കടകളും ഇപ്പോൾ പോലീസ് സീസ് ചെയ്തിരിക്കുകയാണ്. അവിടെ പ്രവർത്തനം പുനരാരംഭിക്കണം, അറ്റകുറ്റപ്പണികൾ നടത്തണം. ഇതിൻ്റെ ഉടമസ്ഥൻ കോർപ്പറേഷനാണ്. സ്വാഭാവികമായും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഇവർക്ക് അനുകൂലമായ ചില നടപടികൾ വേണം. അതുകൊണ്ടാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. മേയർ ബീന ഫിലിപ്പും അതുപോലെ ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും എല്ലാം യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഇതിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, അതുപോലെ തന്നെ മറ്റ് അവിടെയുള്ള ഷോപ്പ് ഓണേഴ്സ് പ്രതിനിധികൾ, അതായത് ബസ് സ്റ്റാൻഡിലെ ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ് ഷോപ്പ് ഓണേഴ്സ് പ്രതിനിധികൾ, ഇവരെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണി വേഗത്തിലാകാനുള്ള തീരുമാനം എടുക്കുമെന്നുള്ളതാണ് അറിയുന്നത്. മറ്റൊന്ന്, ഈ വാടക വേവ് ചെയ്ത് കൊടുക്കാനുള്ള ആവശ്യം വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കും. ആ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് കണ്ടറിയണം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എസ് കെ, ഇന്ന് 5 ദിവസമായി, കഴിഞ്ഞ ഞായറാഴ്ചയാണ് തീപിടുത്തം നടന്നത്. ഇതിൽ റിപ്പോർട്ട് നൽകാൻ കലക്ടറോട് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോഴിക്കോട് എത്തിയിരുന്നു. മുഖ്യമന്ത്രി കലക്ടറെ വിളിപ്പിച്ച് ഇതിൻ്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വേഗത്തിൽ റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ കലക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്നായിരിക്കും സർക്കാരിൻ്റെ തുടർ നടപടികൾ ഇതിലെന്താണ് എന്നുള്ളത് വ്യക്തമാവുക. മാത്രവുമല്ല, ഇപ്പോഴും കാരണം വ്യക്തമായിട്ടില്ല. ഫോറൻസിക് പരിശോധനയുടെ അന്തിമ ഫലം വന്നാൽ മാത്രമേ ഏത് രീതിയിലാണ്, അതായത് ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ, മാത്രവുമല്ല ഉടമ മുകുന്ദൻ പറയുന്നത് ഈ പാർട്ട്ണർഷിപ്പ് തർക്കം ചിലപ്പോൾ ഇതിന് കാരണമായേക്കാമെന്ന സംശയമാണ്. അപ്പോൾ അതിലെല്ലാം കൂടുതൽ അന്വേഷണം ഈ കലക്ടറുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഉണ്ടാവുക. എസ് കെ, താങ്ക് യു.